ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് നോക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിൽ വാട്ടർ ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു വൈകിട്ടാകുമ്പോഴേക്കും വെള്ളം മുഴുവനായിട്ടും തീർന്നു പോകുന്നു. ഇതായിരുന്നു കംപ്ലയിൻറ്റ്. എന്നാൽ ഇവിടെ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. പക്ഷേ ഈ വെള്ളം എങ്ങനെ തീർന്നു പോകുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ പൈപ്പ് ഫുള്ള് കൺസീൽഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഭിത്തിയുടെ ഉള്ളിൽ കൂടിയാണ് ഇവിടെ വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പെല്ലാം കൺസീൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടിയാണ് മോട്ടറിൻ്റെ ലൈനും അതുപോലെ വെള്ളം ഇറങ്ങി വരുന്ന ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഔട്ട്ലെറ്റ് ലൈനും എല്ലാം കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഭിത്തിയുടെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ 3-4 ദിവസം കൊണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇവിടെ ഇങ്ങനെ നനവ് കാണപ്പെട്ട് തുടങ്ങിയത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ ഈ വഴി ഒരു പൈപ്പ് കടന്നു പോകുന്നുണ്ട്. ആ ഒരു പൈപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ് ലീക്ക് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആ കൺസീൽ ചെയ്ത് വെച്ചേക്കുന്ന സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ട് നമ്മളവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് അതുവഴിയാണ് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടാങ്കിൽ നിന്ന് ഔട്ട്ലെറ്റ് വരുന്ന പൈപ്പാണ്. ഈ ഒരു ഭാഗം വഴിയാണ് പൈപ്പ് താഴേക്ക് വന്നിട്ട് വീടിൻ്റെ 4 സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള വീടാണ്. അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് എന്താണെന്ന് അറിയാനായിട്ട് അവിടുത്തെ ആ ഒരു സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴേക്കും അവിടെയുള്ള ഒരു ബെൻഡ് പൊട്ടിയിട്ടാണ് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉളി ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിമെൻറ്റും കാര്യങ്ങളും എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പഴയ ബെൻഡ് പൊട്ടിയിട്ട് ബെൻഡിൻ്റെ ആ ഒരു കയറ്റം വരുന്ന ഭാഗം പൊട്ടിയിട്ട് അതുവഴിയാണ് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലീക്കാണ്. അപ്പോൾ ഇതുവഴിയാണ് വെള്ളം ലീക്കായിട്ട് ഈ ഒരു ടാങ്കിലെ വെള്ളം കംപ്ലീറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ ടാങ്ക് ഫുള്ള് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും വെള്ളം കംപ്ലീറ്റ് തീർന്നു പോകും. അപ്പോൾ ഇവിടെ ഈ വെള്ളം ലീക്കായിട്ട് ഇതിൻ്റെ അടിയിലോട്ട്, അതായത് ബേസ്മെൻറ്റിൻ്റെ അടിയിലോട്ടാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത് പുറമേ നേരത്തെ ഒന്നും അറിയാതിരുന്നത്, വെള്ളം ലീക്കായി പോകുന്നത് അറിയാതിരുന്നത്. ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പിട്ട് ഇത് ചെറിയ ലീക്കായിട്ടിരുന്നിട്ട് വെള്ളം ഇങ്ങനെ പോയി ഇതിപ്പം വലിയ ലീക്കായപ്പോഴേക്കാണ് ഇവർ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായിരുന്നാലും ഇത് വെള്ളം ലീക്കായിട്ട് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ അടിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് മെയിൻ വാൽവും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ അടുത്തൊരു വാൽവ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ബെൻഡും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ വെള്ളം മുഴുവനായിട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പുറമേ ഒന്നും അറിയാതിരുന്നത്. അവസാനം ആയപ്പോഴേക്കാണ് പുറമേ ചെറിയ നനവടിച്ചിട്ട് സംശയം തോന്നിയിട്ട് അവിടെ നമ്മൾ വിളിച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ച് നോക്കിയത്. എന്തായാലും ആ ബെൻഡും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ പഴയ 2 45 ഒരു കപ്ലിങ്ങും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തോ പ്ലംബിങ്ങിൻ്റെ പണിയുടെ ബാക്കി സാധനം ഇരുന്നത് നമ്മൾ അതെടുത്തിട്ട് തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. ബെൻഡില്ലായിരുന്നു, 2 45 ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കംപ്ലയിൻറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈനെല്ലാം വാൽവെല്ലാം തുറന്ന് ചെക്ക് ചെയ്തപ്പോൾ ലീക്കും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെള്ളത്തിൻ്റെ ഉപയോഗം കുറവാണ്, എന്നിരുന്നാലും ടാങ്കിൽ വെള്ളം ഇതുപോലെ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെ മണ്ണിനടിയിൽ കൂടി പോകുന്ന പൈപ്പോ മറ്റോ പൊട്ടിയിട്ട് വെള്ളം ലീക്കായി പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് എവിടെയാണെന്ന് കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് മാറ്റാവുന്നതാണ്. ഈ ഒരു ഉണക്ക സമയത്ത് കിണറുകളിലും മറ്റുമൊക്കെ വളരെയധികം വെള്ളം കുറവായിരിക്കും. അപ്പോൾ വെള്ളം ആവശ്യമില്ലാതെ ഇതുപോലെ പാഴായി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.